കുട്ടികളെ, പിന്നെ റെസ്പെക്ടഡ് ടീച്ചേഴ്സ്, ഇന്ന് നമ്മൾ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്നറിയാമോ? ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ നമ്മുടെ റെസ്പെക്ട് രേഖപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല ടീച്ചേഴ്സ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാളായിരിക്കും ചെയ്തത്. അയാള് മമ്മി. അയ്യോ മേയറെ, തന്റെ ഈ പിള്ളേരുകളിൽ തന്നെ വിട്ട് ഇതുവരെ പോയിട്ടില്ലേ? എപ്പോഴെന്തെങ്കിലും കുലുമാല ഉണ്ടാക്കിയിട്ട് എന്റെ മേലാണല്ലോ കുറ്റം ചുമത്തുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കുള്ള കുറ്റം എവിടെയാണെന്ന് കണ്ടെത്തണം. അതാണ് കാര്യം, മനസ്സിലായോ? സാർ ഇപ്പൊ കോടിവേടിയിൽ പറയുന്നതേ ആ കാണുന്ന സ്പീക്കറിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. മേയർ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ശരി. ഞങ്ങളുടെ സ്കൂളിൽ എത്ര പ്രാവശ്യം കുക്കരക്കോ കോഴിയായിട്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞു വന്നത്. അയ്യോ മേയറെ, വേഗം പ്രോഗ്രാം അങ്ങ് തുടങ്ങ്. ഇത്രയും സമയം എന്റെ സനിത പോലും എടുക്കാറില്ല സ്റ്റാർട്ട് ആകുന്ന കാര്യത്തിൽ. അതെ ശരി. എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയേക്കാം കൾച്ചറൽ പ്രോഗ്രാം. നമ്മുടെ ഈ സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് മിസ്റ്റർ ഡിഡി ടീച്ചേഴ്സിനെ ബഹുമാനപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഡാൻസ് ഐറ്റം പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. അല്ല, ഈ R7 എന്താ ബ്ലിങ്ക് ആവുന്നേ? ഇവിടെ എന്താ അപകടമാ ഉള്ളത്? ഇത് ഡേഞ്ചർ ഡാൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാനും ഡാൻസ് കളിക്കും, മറ്റുള്ളവരെയും ഡാൻസ് കളിപ്പിക്കും. ട്വിങ്കിൾ, R7 ബ്ലിങ്ക് ആവുന്നു. പക്ഷേ ഇവിടെ അപകടമുള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ. ഒരുപക്ഷെ ഡേഞ്ചർ ഡാൻസറിന്റെ പേര് കേട്ടതും ഡേഞ്ചറിന്റെ അലാറം റിംഗ് ആയതായിരിക്കും. രണ്ട് വാക്കിൽ പറയണമെങ്കിൽ ഫാൾസ് അലാം. ആയിരിക്കാം. പക്ഷേ R7 ജനറലി ഫാൾസ് അലാം വരാറില്ല. ഞാനൊരല്പം അലേർട്ട് ആയിരിക്കണം. ഒരുപാട് അലേർട്ട് ആയിട്ട് ഇരിക്കണം കേട്ടോ. അലേർട്ട് ആയിട്ട് ഇരിക്കാനേ ഞാനൊരു ജ്യൂസ് കുടിച്ചോട്ടെ. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഡാൻസ് കളിക്കാൻ പോവാണ്. അത് നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, ഇനി കാണാൻ പോകുന്നില്ല. പ്രസന്റിംഗ് ദ റിയൽ ബ്രേക്ക് ഡാൻസ്. കൈയടിക്ക്.
അപ്പൊ ഇത് ഫോൾസ് എല്ലാം അല്ലെന്നാ തോന്നുന്നത്. ശരിക്കും ഇവിടെ എന്തോ ഒരു ഡേഞ്ചർ ഉണ്ടെന്ന് തോന്നുന്നു. ആ എനിക്ക് ആ ഡേഞ്ചർ ഡാൻസറിന്റെ ഡാൻസ് പോലും ഡേഞ്ചറസ് ആയിട്ടാണ് തോന്നുന്നത്. അയാൾ എല്ലാം തകർക്കുന്നത് തടഞ്ഞേ പറ്റൂ. ഡേഞ്ചർ ഡാൻസർ, നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. ഡാൻസ് സെലിബ്രേഷന് വേണ്ടിയാ ചെയ്യുന്നത്, ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടല്ല. നീ ഈ ഡാൻസ് നിർത്തിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യ്. ഇത് ഡേഞ്ചർ ഡാൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാനും ഡാൻസ് കളിക്കും, മറ്റുള്ളവരും ഡാൻസ് കളിപ്പിക്കും. ആരെങ്കിലും എന്റെ താളത്തിനൊത്ത് തുള്ളിയേ പറ്റൂ. ഒന്നല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്. മോനെ ഡേഞ്ചർ, ഈഷ് അല്ലല്ല മോനെ ഡാൻസർ, ഈഷ് അല്ല മോനെ ഡേഞ്ചർ ഡാൻസർ, നീ ഒരല്പം റെസ്റ്റ് എടുക്കും മോനെ. ടീച്ചേഴ്സ്, ഇനി നിങ്ങൾ എല്ലാവരും ചെന്ന് ദയവ് ചെയ്ത് ഡാൻസ് കളിക്കൂ. കൊച്ചു പിള്ളേരുടെ പിടിവാശി അത് നമ്മൾ ചെയ്ത് കൊടുത്തല്ലേ പറ്റൂ. ആ ഈഷ് മേയർ സാർ, നിങ്ങൾ എന്തിനാ വെറുതെ ഇരിക്കുന്നേ? നിങ്ങളും അവരുടെ ഒപ്പം ചേർന്ന് ഡാൻസ് കളിക്ക്. ഈഷ്, ഇങ്ങോട്ട് നോക്ക് മോനെ. ഈ പ്രായത്തില് ഈ ഡാൻസ് വാൻസ് ഒന്നും എനിക്ക് ശരിയാവില്ലെന്ന് തോന്നുന്നു. ആ, ഹാ, ഹാ, ഹാ. ഏത് പ്രായത്തിലും അത് നിങ്ങൾക്ക് ശരിയാവില്ല. എന്നാ ഇപ്പൊ നിങ്ങൾ അത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടി ചെയ്യിപ്പിക്കും. ഡേഞ്ചർ ഡാൻസർ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. ടീച്ചേഴ്സിനെയും മേയറിനെയും ഇങ്ങനെ നിർബന്ധിച്ച് ഡാൻസ് കളിപ്പിക്കുന്നത് വളരെ വലിയ തെറ്റാ. നിർബന്ധിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നതോ? ആ ടീച്ചേഴ്സ് എന്നെ കൊച്ചു പ്രായത്തിൽ ഡാൻസ് ചെയ്യാൻ അനുവദിച്ചില്ല. ഒരുപാട് ഹോംവർക്ക് തന്നോണ്ടിരിക്കും. എനിക്ക് ഡാൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പഠിച്ചിട്ട് ഞാൻ ഈ ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കി. പിന്നെ ഈ ഗാഡ്ജറ്റ്സ് വെച്ച് ഞാൻ എല്ലാവരെയും ഡാൻസ് കളിപ്പിക്കും. ഇതൊക്കെ റോങ് ആണ്. നീ ആരെയും ഒരു കാര്യത്തിനും നിർബന്ധിക്കരുത്. തീർച്ചയായും ഞാൻ ചെയ്യും. ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. ഞാൻ നിന്നെ തടഞ്ഞു നിർത്തും. എന്നാ ശരി, തടഞ്ഞു നിർത്താൻ പറ്റുമെങ്കിൽ തടഞ്ഞു നിർത്ത്. ഞാൻ പകരം വിട്ടാൻ വിചാരിച്ചാൽ അത് ചെയ്തിരിക്കും. ഇവരെല്ലാവരും എന്നെ ഡാൻസിങ് ക്ലാസ് മിസ് ചെയ്യിപ്പിച്ചു, എന്നെ കൊണ്ട് പഠിപ്പിച്ചു. പിന്നെ ഞാൻ അവരുടെ പഠിത്തം നിർത്തിയിട്ട് എന്നെ പോലെ ഡാൻസ് കളിപ്പിക്കും. സോറി, പക്ഷെ നമുക്ക് സ്റ്റഡീസും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരേപോലെ ഇമ്പോർട്ടന്റാ. എടാ, ഞാൻ നിന്റെ ബെനിഫിറ്റിന് വേണ്ടിയാ സംസാരിക്കുന്നത്. പക്ഷെ നീ എനിക്ക് ലെക്ചർ തരാണല്ലേ. പക്ഷെ ഇതിനൊന്നും എന്റെ കൈവശം സമയമില്ല. നിന്നെ ഡീൽ ചെയ്യാൻ എന്റെ ഈ ഡാൻസിങ് ഹാറ്റ് മാത്രം മതി. വെൽ ഡൺ മൈ ഡിയർ ഡാൻസിംഗ് കാർ. എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. ആ വണ്ടിയിൽ കയറിയിരിക്കെ. ഇനി നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ജീവിക്കും. അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഡാൻസിംഗ് ലെസൺസ് പഠിപ്പിച്ചു തരാം. എല്ലാവരും വേഗം കയറിയിരിക്കെ.
ജൂനിയർ, നിന്റെ ഈ അഭ്യാസങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ നീ എപ്പോഴും ജൂനിയർ തന്നെയാണ്. നീ എന്താ കരുതിയത്? ഈ ചെറിയ കയറുകൊണ്ട് എന്നെ കെട്ടിയിടാന്ന് കരുതിയോ? വാ, ബന്ധന്റെ വണ്ടി കയറിയിരിക്കെ. വാ, ബന്ധന്റെ വണ്ടി കയറിയിരിക്കെ. നിനക്ക് ഇതിൽ കയറാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. പുറകിൽ ഓടിക്കൊണ്ടിരിക്കെ. ഡേഞ്ചർ ഡാൻസറും അവന്റെ കാറും ഡാൻസ് ചെയ്യുന്നത് കുറവാ. സാധനങ്ങളെല്ലാം തകർക്കുക. എത്രയും പെട്ടെന്ന് സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഡേഞ്ചർ ഡാൻസർ സ്കൂളിലെ ടീച്ചേഴ്സിനെ അവന്റെ ഡാൻസിംഗ് കാറിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. അവനെ തടഞ്ഞു നിർത്തി അവരെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഓക്കെ ബഡി, അവരെ രക്ഷിച്ചതിന് ശേഷം ഞാൻ ഡാൻസിംഗ് കാരനോട് ഡാൻസിംഗ് ലെസൺ പഠിച്ചോട്ടെ. അവൻ ഡാൻസ് കളിക്കുന്ന കുറവാ. ജനങ്ങളെ വെച്ച് കുരങ്ങ് കളിപ്പിക്കുന്നതാ കൂടുതൽ. ഡോണ്ട് വറി ബ്രോ, ഡാൻസിന്റെ കാര്യത്തിൽ ചാൻസ് എടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മളിതാ ഇട്ട് കഴിഞ്ഞു സ്പീഡ് ഗിയർ. ഇതാണ് സൂപ്പർ ചാൻസ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 45 അപ്ലൈ ചെയ്ത് വേഗം അവനെ പിടിക്കേ. ഓക്കെ ബ്രോ, അവന്റെ ഡാൻസും പത്രാസും ഒക്കെ മതിയാക്കാം. ഇനി നോക്കിക്കോ ഈ സൂപ്പർ സ്പീഡോയുടെ മൂവ്സ്. എങ്ങനെയുണ്ട് ഈ സൂപ്പർ സ്പീഡോയുടെ മൂവ്? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ എന്നെ പോലെ ഫാസ്റ്റ് ഓട്ടോ റിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെരി ഗുഡ് സൂപ്പർ സ്പീഡോ. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ മടക്കി പിടിക്കാം. നമ്മൾ എന്ത് ചെയ്യും ബഡി? ഡാൻസിംഗ് കാറിന്റെ പുറകെ പോണോ അതോ ഡേഞ്ചർ ഡാൻസറിനെ ഫോളോ ചെയ്യണോ? ഡാൻസിംഗ് കാർ ലെഫ്റ്റിലേക്ക് പോയിരിക്കുകയാണ്, ഡേഞ്ചർ ഡാൻസർ റൈറ്റിലും. വല്ലാത്തൊരു കൺഫ്യൂഷൻ ആണല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം ബഡി, നീ ഡാൻസിംഗ് കാറിന്റെ പുറകെ ചെല്ല്. ഞാൻ ഡേഞ്ചർ ഡാൻസറിനെ ഫോളോ ചെയ്യാം. വേണ്ട ബഡി, ആ ഡേഞ്ചർ ഡാൻസർ ശരിക്കും ഡേഞ്ചറസ് ആണ്. ചിലപ്പോൾ നിനക്ക് എന്റെ സഹായം വേണ്ടിവരും. പിന്നെ ആ ഡാൻസിംഗ് കാറിന്റെ കൺട്രോൾ ഡേഞ്ചർ ഡാൻസറുടെ കയ്യിലാണുള്ളത്. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഡേഞ്ചർ ഡാൻസറിനെ എളുപ്പത്തിൽ തന്നെ പിടിക്കാം. ഒരു പ്രാവശ്യം അവനെ പിടിച്ചാൽ ഡാൻസിംഗ് കാറിന് ഈസി ആയിട്ട് പിടികൂടാം.
സോറി മേയർ അങ്കിൾ. അവരെ നിങ്ങൾക്ക് പോലും പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യും? ടീച്ചേഴ്സ് ഒന്നും ഇല്ലാതെ സ്കൂളിൽ ക്ലാസ് എങ്ങനെയാണ് എടുക്കുന്നത്? ഈ പിള്ളേർ പഠിച്ചില്ലെങ്കിൽ പിന്നെ ക്ലാസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെ സ്കീമാ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അവരെങ്ങനെ മനസ്സിലാക്കും? ഇനി എനിക്ക് ആര് വോട്ടിട്ട് പാസ്സാക്കും? മമ്മി. മേയരെ, എനിക്ക് വോട്ട് ചെയ്തവരെല്ലാരും കുറച്ച് പഠിച്ചവര് മാത്രാണ്. താൻ പോലും സ്വയം 3ാം ക്ലാസ് പാസ്സായിട്ടില്ലല്ലോ. മകുടി വെച്ച് ഏത് രാഗം പാടിയാലും പാമ്പ് ബ്രേക്ക് ഡാൻസ് കളിക്കില്ല. ആ മനസ്സിലായോ? സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ നമ്മൾ തമ്മിൽ വാഗ്വാദം ചെയ്തിട്ട് അർത്ഥമൊന്നുമില്ല. നമുക്ക് ടീച്ചറിനെ ഡേഞ്ചർ ഡാൻസറിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാവില്ല. ആ, ഞാൻ അവനെ തേടി ഇറങ്ങാണ്. ഇനി എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ നമ്മുടെ ടീച്ചേഴ്സിനെ സേഫ് ആയിട്ട് കൊണ്ടുവന്നേ തീരൂ. ഞാനും നിന്നോടൊപ്പം വരാം. എങ്ങോട്ട് പോയാലും നമുക്ക് ഒന്നിച്ചു പോകാം. എന്നാ പിന്നെ ഞാനും വന്നേക്കാം. ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണ്. വേണ്ട ട്വിങ്കിൾ, നമ്മൾ അങ്ങനെ ഒരുമിച്ച് പോകുന്നത് ശരിയാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് ടെമ്പോ അണ്ണ, അണ്ണന്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യം ഉണ്ടായേക്കാം. വരൂ ടെമ്പോ അണ്ണ. എങ്ങനെയാണ് ഞാൻ ഇത്രയും വലിയ ജീനിയസ് ആയത്? എങ്ങനെ? ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അസൂയ ഉണ്ടാവുന്നു. കീക്കോയും സൂപ്പർ സ്പീഡോയും എന്നെ സൺ സിറ്റിയുടെ ഔട്ടർ ലിമിറ്റിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇരിക്കുന്നതോ ഇവിടെ സ്കൂൾ ഹോസ്റ്റലിൽ. ഒന്ന് റിലാക്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം സാറേ. മാഡം, കൂടുതൽ ധൃതിയൊന്നും വേണ്ട. സ്കൂളിൽ ഹോളിഡേ പോയിക്കൊണ്ടിരിക്കുക. ഹോസ്റ്റൽ എംപ്റ്റി ആണ്. ആർക്കും സ്വപ്നത്തിൽ പോലും ഗസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ടീച്ചേഴ്സിനെ കിഡ്നാപ്പ് ചെയ്ത് സ്കൂളിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അയ്യോ മോനെ കീക്കോ, നമ്മൾ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ സ്കൂളിലേക്ക് പോവാ ടെമ്പോ അണ്ണ. സ്കൂളിലേക്കോ? നീ അതെങ്ങനെ മനസ്സിലാക്കി അവൻ സ്കൂളിലാണ് പതുങ്ങിയിരിക്കുന്നതെന്ന്? ടെമ്പോ അണ്ണ, ഇത് സ്കൂളിന്റെ വെക്കേഷൻ ടൈം ആണ്. അതുകൊണ്ട് അവിടെ എംറ്റിയാ. അവന് പതുങ്ങിയിരിക്കാൻ ഇതിനേക്കാളും ബെറ്ററായ സ്ഥലം വേറെ കിട്ടില്ല. പിന്നെ ഡേഞ്ചർ ഡാൻസിന്റെ ദേഷ്യം മൊത്തം സ്കൂള് കാരണം ഡാൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതാ. അതുകൊണ്ട് അവന്റെ ദേഷ്യം അവൻ അവിടെ വെച്ച് തന്നെ തീർക്കും. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം, എന്റെ GPS-ഉം അവന്റെ ലൊക്കേഷൻ സ്കൂളിലേക്കാ കാണിക്കുന്നത്. ഞാൻ വളരെ ദേഷ്യപ്പെട്ടതുപോലെ അഭിനയിച്ചിട്ട് ഡാൻസിംഗ് കാറിലെ GPS വലിച്ചെറിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചിലപ്പോ ട്വിങ്കിൾ പറയാറില്ലേ 3 വാക്കുകളിൽ, എലിമെന്റ് ഓഫ് സർപ്രൈസ്. സാറേ, നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. മാഡം, നിങ്ങൾക്കോ A-. സ്റ്റിൽ ഗുഡ്. പിന്നെ നിങ്ങൾ രണ്ടാൾക്കും C. ഫെയിൽ ആയി പോയി. വീണ്ടും ടോട്ടൽ സീക്വൻസ് പ്രാക്ടീസ് ചെയ്യ. ടീച്ചേഴ്സ്, വേഗം വന്നെ സൂപ്പർ സ്പീഡോയിൽ കയറിയിരിക്കെ. എടാ, ഞാനിവിടെ ഇരിക്കുന്ന നിനക്കെങ്ങനെ മനസ്സിലായി? ട്രിക്ക് വർക്കാവുന്ന സ്ഥലത്ത് കിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. പിന്നെ എവിടെയാണോ കിക്ക് ആവശ്യമുള്ളത് അവിടെ ട്രിക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല. Hey!
ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമാണിത്. സ്കൂളിലുള്ളപ്പോ ഡേഞ്ചർ ഡാൻസറിന്റെ ഹാറ്റ് അവന്റെ ദേഹത്ത് തന്നെ കൊണ്ട് മുറിവ് പറ്റിയപ്പോ ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇവന്റെ കയ്യിൽ വളരെ സ്ട്രോങ് ആയ അറ്റാക്ക് മെത്തേഡ് ഉണ്ടെന്ന്. ഒരുപക്ഷെ ഒരു അല്പനേരത്തേക്കെങ്കിലും ഇവന്റെ ഗാഡ്ജറ്റ് മെത്തേഡ് ഇവനിൽ നിന്ന് അകറ്റിയാൽ ഇവനെ മടക്കി പിടിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. ആ കാര്യം ടെമ്പോ ആണ് ചെയ്തത്. കൊള്ളാം. സബാഷ് കിക്കു. ഇനി ഞാൻ ഇവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഏതൊരു കാര്യത്തിലും എക്സ്ട്രീം ലെവലിലേക്ക് പോകരുത്. ലൈഫിൽ ബാലൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ വളരെ നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചേഴ്സിന് ആർക്കും ഒന്നും സംഭവിച്ചില്ല. ശരി, വരൂ, ഈ സന്തോഷം ആഘോഷിക്കാൻ നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഡാൻസ് വേണ്ട. ഇനി ഒരിക്കലും ഡാൻസ് കളിക്കണ്ട.